ഹായ് നമസ്കാരം. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മനസ്സിലാവും, നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്നത് മുതൽ നമ്മൾ ഫ്ലൈറ്റിനടുത്ത് എത്തുന്നവരെ കുറച്ച് പ്രോസസ്സുണ്ട്. അതായത് സെക്യൂരിറ്റി ചെക്ക്, വെരിഫിക്കേഷൻ, ഇങ്ങനെയായിട്ട് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അത് ഫ്ലൈറ്റിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്നാൽ ഈ ഒരു കാര്യം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ്. പുതിയതല്ല, കുറച്ച് നാളായി വന്നിട്ട് ഒരു ഇനീഷ്യേറ്റീവാണ് ഡിജി യാത്ര ആപ്ലിക്കേഷൻ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫേസ് ഐ ഡിയും പിന്നെ അതുപോലെ തന്നെ ആധാർ നമ്പറും ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഡിജി യാത്ര ആപ്ലിക്കേഷൻ. ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫേസ് ഐ ഡിയും ആധാർ നമ്പറും ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സേഫായിട്ടും സെക്യൂറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല, ഈ ഡിജി യാത്ര ആക്സസ് ഉള്ളവർക്ക് എയർപോർട്ടിൽ ഒരു പ്രത്യേക ലൈൻ കിട്ടുകയും അവിടെ നമുക്ക് സെൽഫായിട്ട് വെരിഫൈ ചെയ്ത് അകത്തേക്ക് ആക്സസ് കിട്ടുകയും ചെയ്യും. വളരെ നല്ല കാര്യമല്ലേ? അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് എനിക്ക് തോന്നി. ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഡിജി യാത്ര ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഇവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനായി റൈറ്റ് സൈഡിലെ മെനു ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആധാർ നമ്പറും ഡിജി ലോക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ ആധാർ നമ്പർ എടുക്കുകയാണ് കുറച്ച് എളുപ്പം. അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ കൺസെൻറ്റ് ചോദിക്കും. അവിടെ നമ്മൾ എഗ്രി കൊടുക്കുക, ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് നമുക്ക് OTP വരും. OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആധാർ കാണാൻ പറ്റും. അത് ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ഐ ഡി ആണ്. നമുക്ക് അത് ഓക്കെ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാം ഓപ്പൺ ആയി നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. കൃത്യമായ രീതിയിൽ അത് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ഫോട്ടോ എടുക്കുക. എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ശരിയായില്ലെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഓരോ യാത്രയ്ക്കനുസരിച്ച് നമ്മുടെ ബോർഡിംഗ് പാസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് വെച്ച് സ്കാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ PDF ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഓരോ യാത്രയിലും നമ്മൾ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജി യാത്ര ആക്സസ് ആ എയർപോർട്ടിലുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിലിത് ഞാൻ പറഞ്ഞ ഒരു അപ്ഡേഷൻ പ്രോസസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ എയർപോർട്ടിലും വന്നിട്ടില്ല. എന്നാൽ ലീഡിംഗ് ആയിട്ടുള്ള കുറച്ച് എയർപോർട്ടുകളിൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ എയർപോർട്ടിലേക്കും വരും. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഡൊമസ്റ്റിക് എയർലൈൻസിൽ മാത്രം, നമ്മുടെ ആഭ്യന്തര അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇത് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇത് ഇൻ്റർനാഷണലിലേക്കും നമുക്ക് ഇത് ഉറപ്പായിട്ടും ആക്സസ് കിട്ടും. ഡൊമസ്റ്റിക്കിൽ പോകുന്നവർ എന്തായാലും യൂസ് ചെയ്ത് നോക്കും. വരും കാലങ്ങളിൽ ഇൻ്റർനാഷണലിലും പ്രതീക്ഷിക്കാം. ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പരമാവധി അറിവെത്തിക്കണം. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം ഉപകാരമാവട്ടെ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം കേട്ടോ.